السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാനരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറ മനസ്സിലാക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പ്രവാചകചര്യയെ നമ്മുടെ ആദർശമായും നയനിലപാടുകളായും സ്വഭാവങ്ങളായും ജീവിതത്തിൽ നാം പുലർത്തുന്ന മര്യാദകളായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിന് ലോകത്ത് സംഭവിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നത്. അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം തന്നെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ അന്ത്യനാളിൻ്റെ ഏറ്റവും അടുത്ത അടയാളങ്ങളിൽ ഒന്നാണല്ലോ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ ലോകമൊട്ടാകെ ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ സൃഷ്ടിക്കുകയും പിന്നീട് അവരിലെ ഏറ്റവും അവസാനത്തെ സമുദായമായി നമ്മളെ തിരഞ്ഞെടുക്കുകയും അതിന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തിലെ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി നിയോഗിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് ഇനിയൊരു പ്രവാചകനില്ല, പുതിയൊരു പ്രവാചകൻ വരാനില്ല. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകപ്പെടേണ്ട, അവർ പഠിക്കേണ്ട, അവർ ജീവിതത്തിൽ വെച്ച് പുലർത്തേണ്ട എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും കഴിഞ്ഞ് നമ്മൾ പ്രവാചക ജീവിതം പഠിക്കുമ്പോൾ പിന്നെയും നമ്മൾ ഓരോ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായ ഒരു മനുഷ്യായുസ്, അതിനേക്കാൾ ഒരു പക്ഷേ തുച്ഛമെന്ന് തോന്നാവുന്ന തരത്തിലുള്ള ഈ ലോകാവസാനത്തിൻ്റെ അതിലേക്കുള്ള ദൂരം, അതൊക്കെയും ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാനും അതുപോലെ തന്നെ പരലോകത്തേക്ക് വേണ്ടി നമുക്ക് ഒരുക്കി വെക്കാനുമുണ്ട് എന്ന വലിയൊരു പാഠം അതിലുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബിമാരോട് ഒരു ഖുതുബ നടത്തിയത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദുനിയാവിൻ്റെ കാലത്തെക്കുറിച്ചാണ്. ഈ ദുനിയാവിൻ്റെ ഈ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. പിന്നെ ഇനി വരാൻ പോകുന്ന കാലം, അന്ത്യനാൾ, അത് എത്രമാത്രം അടുത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട്
പ്രയോഗങ്ങളുണ്ട്, ഖുർആനിൻ്റെ പ്രയോഗങ്ങളുണ്ട്. ഇഖ്തറബത്തിസ്സാഅ വൻഷഖൽ ഖമർ, അന്ത്യനാൾ അസ്സാഅ ഇതാ അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. അത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതവുമായി കാലവുമായി തുലനം ചെയ്യുമ്പോൾ മനുഷ്യന് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ വേറെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല പ്രയോഗങ്ങളും ഹദീസുകളുമുണ്ട്. ഈ കാലത്ത് ഇന്നത്തെ കാലത്ത് ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ലോകത്ത് ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ പ്രായം കണക്കാക്കിയ ആളുകളുമൊക്കെ പറയുന്നത് നമുക്ക് കാണാനും പറ്റും. അതിനൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചാൽ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കുറച്ച് ആഴത്തിൽ ബോധ്യപ്പെടും. ഏകദേശം ഒരു 50-60 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ ഭൂമിയുടെ പ്രായത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ആളുകൾ അതിനെ ഒരു മിനി കലണ്ടറിലായി അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഒരു മിനി കലണ്ടർ, അതായത് കോടിക്കണക്കിന് മില്യൺ കണക്കിന് വർഷങ്ങൾ ഭൂമിയുടെ പ്രായമുണ്ട് എന്ന് കണക്കാക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഒരു വർഷത്തിലേക്ക് ചുരുക്കി അതിനെ പറയാറുണ്ട്. ഒരു വർഷം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ഉണ്ടായി പിന്നെ അതിൽ മനുഷ്യനെന്ന ഒരു ജീവി രൂപം കൊള്ളുന്നതും ശാസ്ത്രജ്ഞന്മാരുടെ കണക്കിൽ അതിന് 365-ാമത്തെ ദിവസത്തെ അവസാനത്തെ മണിക്കൂറിൽ 11 മണി കഴിഞ്ഞിട്ടാണ്, അർദ്ധരാത്രി. പിന്നെയും ഓരോ മിനിറ്റുകൾ കഴിയുമ്പോഴാണ് ഭൂമിയുടെ ഓരോ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവുന്നതായി ശാസ്ത്രജ്ഞന്മാർ ഭൂമിയുടെ പ്രായവുമൊക്കെ അളന്നുകൂട്ടി മനസ്സിലാക്കുന്നു. അതിൽ തന്നെയും ഇന്ന് വരെയുള്ള ഈ മനുഷ്യൻ്റെ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടം വരെ എണ്ണുമ്പോൾ 11 മണി കഴിഞ്ഞ് 55 സെക്കൻഡ്, 12 മണിയാകാറായി എന്ന രൂപത്തിലുള്ള കണക്കുകൾ ഭൂമിയിലുണ്ടാകുന്ന പല മാറ്റങ്ങളൊക്കെ പലരും നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നിയോഗവും പ്രവാചകൻ ജീവിച്ച കാലഘട്ടവും ഒക്കെ ആ ഒരു കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ തന്നെ 11 മണി കഴിഞ്ഞ് ഒരു 35 സെക്കൻഡോ 35 മിനിറ്റോ ഒരു 40 മിനിറ്റോ ഒക്കെ ഇടയിലായിരിക്കണം ഈ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കിൽപ്പെടുത്തിയാൽ തന്നെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ മറ്റൊരു രൂപത്തിൽ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മാത്രം ഇങ്ങനെ ഭൂമിയുടെ പ്രായത്തെയും കാലത്തെയും ഒരു മിനി കലണ്ടറായി അവതരിപ്പിക്കുന്ന ആധുനിക ശാസ്ത്രം പോലും ഈ അടുത്ത കാലത്ത് 1970-കളിലൊക്കെയാണ് അങ്ങനെയുള്ളൊരു രീതി തുടങ്ങിയതെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ഖുതുബ നടത്തിയത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹസനായ ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദൽ അസ്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസറിന് ശേഷം നമ്മളോടൊരു ഖുതുബ നടത്തി, ഒരു പ്രസംഗം നടത്തി. അതിങ്ങനെ നീണ്ടു, സൂര്യൻ അസ്തമിക്കാറാവുന്നിടത്തോളം നീണ്ടു. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചിങ്ങനെ പോവുകയാണ്. മലനിരകളിൽ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുമ്പോൾ ആ സൂര്യാസ്തമയം ഇങ്ങനെ മലനിരകളിലൊക്കെ ഇങ്ങനെ സൂര്യൻ മറയുന്നിടത്തേക്ക് അത്രത്തോളം സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ്, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം. മാ ബഖിയ മിൻ ദുനിയാക്കും ഇല്ലാ കമാ ബഖിയ മിൻ യൗമിക്കും ഹാദാ ഫീമാ മദാ മിൻ. നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് ഇന്നത്തെ ഈ ദിവസത്തിൽ ഇനി എന്താണോ ശേഷിച്ചിട്ടുള്ളത് അത്രമാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ അതിൻ്റെ സൂര്യാസ്തമയത്തിൻ്റെ സന്ധ്യയും കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അങ്ങേ തലക്ക് നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നേ ഈ ഒരു പ്രപഞ്ചം മൊത്തം, ഈ ഒരു ലോകാവസാനം ഇനി വരാനുണ്ട്. അതിനെ മൊത്തം ഒരു ഒറ്റ ദിവസത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രാക്ടിക്കലായി. ഇനി എന്താണോ ബാക്കിയുള്ളത് അതാണ് ഇനി ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നുള്ളത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്കതൊരു കേവലം ഒരു അറിവ് എന്നതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഉണർത്തേണ്ട ഒരു ചില കാര്യഗൗരവത്തോടു കൂടി ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മൊത്തത്തിൽ ദുനിയാവിനോട് സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ആ പാഠങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാകണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ. ദുനിയാവിൽ നമുക്ക് എത്രയാണോ ബാക്കിയുള്ളത്
അന്ത്യനാൾ എത്രത്തോളം നമ്മളോട് അടുത്തോ, എത്ര സമയം നമുക്ക് ബാക്കിയുണ്ട് എന്നറിയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കുക എന്ന വലിയ പാഠം, കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് നമ്മുടെ ജീവിതത്തെ പരലോകത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്ന പാഠം നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ആമുഖമായി എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പുതപ്പിച്ചിരിക്കുന്ന ആ ഒരു പുതപ്പ് അത് മാറ്റി നോക്കി. റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ അശദ്ദ ഗശ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ബോധരഹിതനായി കിടക്കുന്ന എത്ര കഠിനമാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് നമ്മൾ സുപരിചിതമായി നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, വേറെ പല സ്വഹാബിമാർക്കും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരംഗീകരിച്ചില്ല, വഫാത്തായിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജ്വരവും പനിയും ഒക്കെ കാരണം ബോധരഹിതനായതാണ്. പിന്നെയും പറയുന്ന കാര്യം, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോയി. എന്നിട്ട് ജനങ്ങളോട് മിമ്പറിൽ കയറി, മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പ്രസംഗം നടത്താൻ തുടങ്ങി. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യമൂതു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കൂല. ഹത്താ യുഫ്നി അല്ലാഹു അസ്സ വജല്ലൽ മുനാഫിഖീൻ, ഈ മുനാഫിഖീങ്ങളെ മുഴുവൻ സമൂഹത്തിൽ നിന്ന് നശിപ്പിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മരിക്കുകയൊന്നുമില്ല. അതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹിസ്സലാം തൂരി സീന പർവ്വതത്തിലേക്ക് കയറിപ്പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നതുപോലെ അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഒരു യാത്ര പോയതാണ്, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും, മരിച്ചിട്ടൊന്നുമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് ഒക്കെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ, ഈ സന്ദർഭത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും, ലാ അസ്മാഉ അഹദൻ യഖൂൽ, ഒരാളും മാറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറയുന്നത് ഞാൻ കേൾക്കരുത്. അങ്ങനെ കേട്ടാൽ ഇല്ല ലറബ്തുഹു ബിസ്സൈഫ്, ഞാൻ അവൻ്റെ കഥ കഴിക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിലെ മിമ്പറിലിരുന്ന് ജനങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മദീനയിലെ കുറച്ചധികം ദൂരെയുള്ള അദ്ദേഹത്തിൻ്റെ സനഹ് എന്ന് പറയുന്ന സ്ഥലത്തെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ആ സംഭവമൊക്കെ വളരെ കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് വന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറി, ഒരാളോട് ഒന്നും സംസാരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചിരുന്ന ആ പുതപ്പ് മുഖം വെളിവാക്കി നോക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിച്ചു, നെറ്റിയിൽ ചുംബിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരച്ചിൽ പിടിച്ച് വെക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. പിന്നെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ മസ്ജിദുൻ നബവിയിലേക്ക് പോയി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സംസാരങ്ങളൊക്കെ ജനങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇരിക്കൂ, നിശബ്ദനാകൂ, ഇരിക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടില്ല. രണ്ടോട്ട് ആവർത്തിച്ചു, ഉമർ സംസാരം നിർത്തൂ, ഇരിക്കൂ, ഈ സംസാരം നിർത്തൂ. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു കേട്ടില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു അപ്പുറത്ത് നിന്ന് അദ്ദേഹം ഷഹാദത്തൊക്കെ ചൊല്ലി അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം കേൾക്കുന്നത് ഒഴിവാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം കേൾക്കാനായി എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റുമായി. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അമ്മാ ബഅദ് ഫമൻ കാന മിൻകും യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിങ്ങളിൽ ആരെങ്കിലും ആരാധിച്ചിരുന്നതെങ്കിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ
ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവനാണ് റബ്ബ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ സൂറത്തു ആലു ഇമ്രാനിലെ ആ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ, ഒരു ദൂതനല്ലാതെ, ഒരു റസൂലല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, ഒരുപാട് റസൂലുമാർ അദ്ദേഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം അവരിൽപ്പെട്ട ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല. മറ്റെന്തെങ്കിലും വലിയ സവിശേഷതമോ ദിവ്യത്വമോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അഫ ഇമ്മാത ഔ ഖുതിൽ, ഈ പ്രവാചകനെങ്ങാനും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, ഇൻഖലബ്തും അലാ അഖാബിക്കും എന്ന് കരുതി നിങ്ങളങ്ങ് പിന്തിരിഞ്ഞു പോവുകയാണോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകാനുള്ള വക എന്താണുള്ളത്? ഉമയ്യൻ ഖലിബ് അല അഖിബൈഹി ഫലൻ യദുറല്ലാഹ ഷൈഅ, അങ്ങനെ ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹുവിന് അവനൊരു ഉപദ്രവവും ചെയ്യുന്നില്ല. അള്ളാഹുവിന് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ല. വസയജിസില്ലാഹു ഷാക്കിരീൻ, അള്ളാഹു നന്ദി ചെയ്യുന്നവർക്ക്, ശുക്ർ ചെയ്യുന്നവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. ഈ ആയത്ത് കേട്ടപ്പോൾ ഇപ്പോൾ തൊട്ടു മുമ്പ് വരെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടില്ല, ഇങ്ങനെ പല ചിന്തയുമായി നടന്നിരുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ, അവർക്ക് ഈ ആയത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യം കേൾക്കുന്ന ആയത്ത് പോലെ തോന്നി. അതുവരെ ഇത് ഖുർആനിലുണ്ടായിരുന്നോ എന്നവർക്ക് സംശയമായിപ്പോയി. അത്ര നാളും അവർ ഓതിയിരുന്ന ആയത്താണ്. പക്ഷേ അത് ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പിന്നീട് ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം അള്ളാഹു ഏൽപ്പിച്ച ആ വലിയ മനുഷ്യൻ്റെ വായിൽ നിന്ന് ആ ആയത്ത് കേട്ടപ്പോൾ, വല്ലാഹി ലക അന്നന്നാസ ലം യകൂനു യഅലമൂൻ അന്നല്ലാഹ അൻസലഹ, അള്ളാഹു അത് ഇറക്കിയിട്ടുണ്ടോ എന്ന് ആളുകൾക്ക് അപ്പോഴാണ് ശരിക്കും ബോധ്യം വരുന്നത്. ഹത്ത തലഹ അബൂബക്കർ, പിന്നെ അത് ജനങ്ങൾ സ്വയം ഓതാൻ തുടങ്ങി, സ്വയം മനസ്സിനെ ആശ്വസിപ്പിക്കാൻ, മറ്റുള്ളവർ കേൾക്കെ ആളുകൾ ആ ആയത്ത് ഇങ്ങനെ പരസ്പരം ഓതാൻ തുടങ്ങി. ആ ആയത്ത് ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്നുള്ള ആയത്ത്, ഫമാ യുസ്മഉ ബശറുൻ ഇല്ലാ യത്ലൂഹ, അത് ആരൊക്കെ ഇങ്ങനെ ആയത്ത് കേൾക്കുന്നു അവർ പിന്നെ ആ ആയത്ത് അവരോതാൻ തുടങ്ങി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവമൊക്കെ വളരെ വിശദമായി ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്ത് കേട്ടപ്പോൾ ജനങ്ങൾക്കൊക്കെ തോന്നിയതുപോലെ എനിക്കും തോന്നി, അള്ളാഹു ഇതുവരെ ഈ ആയത്ത് അവതരിപ്പിച്ചു എന്നുള്ളത്. അപ്പോഴാണ് ഒരു ബോധ്യം വരുന്നത്, ഈ ആയത്ത് ഖുർആനിലുണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹാബികൾക്ക് ആ ആയത്ത് ഖുർആനിലുണ്ടെന്ന് അറിയാത്തത് കൊണ്ടല്ലല്ലോ, നേരെ മറിച്ച് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ആശയവും അർത്ഥഗാംഭീര്യവും ഈ സന്ദർഭത്തോട് യോജിക്കുന്ന വിധത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തപ്പോൾ അത് ശരിക്കും ബോധ്യപ്പെട്ടത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, വല്ലാഹി മാ ഹുവ ഇല്ല അൻ സമിഅതു അബൂബക്കറിൻ തലാഹ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് ഓതുന്നത് കേട്ട ആ സമയം അല്ലാഹുവാണ് ഫഅഖിർതു, ഞാൻ സ്തംഭിച്ചു പോയി, എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഹത്ത മാ തുഖില്ലുനി റിജ്ലായി, എൻ്റെ കാലിന് എൻ്റെ ശരീരത്തെ താങ്ങാൻ കഴിഞ്ഞില്ല, ഞാൻ നിലത്തേക്ക് വീണുപോയി ആ ആയത്ത് കേട്ടപ്പോൾ. അപ്പോഴാണ് ശരിക്ക് എൻ്റെ മനസ്സിലേക്ക് കയറിയത്, എനിക്ക് മനസ്സിലായത്, അലിംതു അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു എന്ന ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ആ സത്യം എൻ്റെ മനസ്സിന് ബോധ്യപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന്, ജനങ്ങളുടെ മുമ്പിൽ വന്ന് അന്ന് പറഞ്ഞപ്പോഴാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ സ്വഹാബിമാർക്കിടയിൽ അത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ, ഇനിയും പല സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടനുബന്ധിച്ചും പിന്നെ വഫാത്തിന് അതിനനുബന്ധമായ കർമ്മങ്ങളോടനുബന്ധിച്ചുമൊക്കെ സ്വഹാബിമാരിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാരണം അത്രയേറെ അവരെ സ്വാധീനിച്ച, അത്രയേറെ അവരെ ബാധിച്ച, അവരുടെ ജീവിതം തന്നെ കറുത്തുപോയി എന്ന്, അസ്തമിച്ചു പോയി എന്ന് അവർക്ക് തോന്നിയ ഒരു സമയമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ആ സമയം എന്നുള്ളത്. ഇനി നമ്മൾ മുൻപും പല സമയങ്ങളിൽ കുറച്ചൊക്കെ വിശദീകരിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമുണ്ടായ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗാതുരനായി കിടക്കുമ്പോൾ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നടത്താൻ വേണ്ടി കൽപ്പിക്കുകയും തൻ്റെ പിൻഗാമി ആര് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയും ഒക്കെ ചെയ്തത് ഷീഇകൾ അതിനെ ഒരു തങ്ങൾക്കുള്ളൊരു തെളിവാക്കി മാറ്റുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും, ഗദീർ ഖുമ്മിലെ പ്രഭാഷണം, അതൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം തൻ്റെ പിൻഗാമിത്വം ആർക്കായിരിക്കണം എന്നതിൻ്റെ ആർക്കെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്തെങ്കിലും, ശിഷ്യ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ?
അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നൽകിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ സന്ദർഭത്തിൽ സിറ പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിക്കാൻ കാണാൻ പറ്റും. അഥവാ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും പ്രവാചകൻ്റെ ജീവിതകാലത്തുമൊക്കെ ഒരു ചെറിയ ഒരു എഴുത്തുണ്ടായിരുന്നു, ഒരു സഹീഫത്തു അലി റളിയല്ലാഹുവിൻ്റെ സഹീഫ, അഥവാ സഹീഫ എന്ന് പറഞ്ഞാൽ ഏട് എന്നാണ് അർത്ഥം. അത് അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ ഉറയിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു എഴുത്തായിരുന്നു അത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കൊക്കെ ഒരു സംശയം തോന്നി, ഇനി ഈ ഒരു എഴുത്ത് ഇതിങ്ങനെ മറ്റാർക്കും കൊടുക്കാത്ത എന്തോ എഴുത്തായിരിക്കുമോ? ഇത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ശേഷമുള്ള പിൻഗാമിത്വം ഖലീഫ ഷിയാക്കളൊക്കെ ആരോപിക്കുന്നത് പോലെ അലി റളിയല്ലാഹു അൻഹു മാത്രം കൊടുത്ത എന്തെങ്കിലും അറിവോ, അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുത്തതോ ഒക്കെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് അന്നും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ താബിഈ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയോട് പിന്നീട് താബിഈങ്ങളായ പണ്ഡിതന്മാർ അവർ ചോദിക്കുന്നത് കാണാൻ പറ്റും, അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയായിരുന്നു, പിൻഗാമിയായ ഖലീഫ ആകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്ന നാമനിർദ്ദേശിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുന്നത് ഈ പറഞ്ഞ സംശയം ഉന്നയിച്ച ആളുകളോട് തിരിച്ചു ചോദിക്കുന്നത് ചരിത്രത്തിലുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ, മത ഔസ ഇലൈഹി, എപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖിലാഫത്ത് എപ്പോഴാണ് വസിയത്ത് ചെയ്തത്? വഖദ് കുന്തു മുസ്നിദതഹു ഇലാ സദ്രി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് പോലും എൻ്റെ നെഞ്ചിൽ കിടന്നാണ് പ്രവാചകൻ, ശാരീരിന്നാണ് പ്രവാചകൻ മരിക്കുന്നത്. അതുപോലെ ഫലഖദ് ഇൻഹനസ ഫീ ഹിജ്രി, എൻ്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സക്കറാത്തിൻ്റെ അവസ്ഥാന്തരങ്ങൾ പ്രവാചകന് കഴിഞ്ഞു പോകുന്നത്. ഫമാ ശഅറുതു അന്നഹു ഖദ് മാത ഫമത ഔസ ഇലൈഹി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അന്ത്യഘട്ടം വരെ കൂടെ ഉണ്ടായെന്ന് എനിക്കറിയില്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വസിയത്ത് കൊടുത്തത് എന്നുള്ളത്. അബൂ ജുഹൈഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല അലി റളിയല്ലാഹു അൻഹുവിനോട് അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖുർആനിലില്ലാത്ത അല്ലെങ്കിൽ ആളുകൾക്കൊന്നും അറിയാത്ത അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രം തന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും അറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശമോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി നൽകിയ വസിയത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജനങ്ങളടുത്തൊന്നും ഇല്ലാത്ത കാര്യം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുത്തു, വല്ലദീ ഫലഖൽ ഹബ്ബ വബറഅ അന്നസമ, ഈ വിത്തുകൾ മുളപ്പിച്ച് ഈ സസ്യലതാദികളൊക്കെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് സത്യം. മനുഷ്യൻ്റെ ആത്മാവിനെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെയും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് സത്യം. മാ ഇൻദന ഇല്ലാ മാ ഫിൽ ഖുർആൻ, ഖുർആനുള്ളതല്ലാതെ അല്ലെങ്കിൽ അതായത് ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാവർക്കും അറിയുന്ന ഖുർആനും സുന്നത്തും ഇതൊന്നുമല്ലാതെ മറ്റൊന്നും എൻ്റെ അടുത്തുമില്ല. ഇല്ല ഫഹ്മൻ യുഅത റജുലുൻ ഫി കിതാബി, അതിനപ്പുറമുള്ളത് ഓരോ മനുഷ്യനും അള്ളാഹു കൊടുക്കുന്ന ചില ഫഹമുകൾ ഉണ്ടാകും. അഥവാ ഓരോരുത്തർക്കും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സിലാക്കലുകൾ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ബുദ്ധിക്കും അറിവിനും ഒക്കെ അനുസരിച്ച് അള്ളാഹു കൊടുക്കുന്ന മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശേഷി ഉണ്ടാവും. അതല്ലാതെ വേറൊന്നുമില്ല. വമാ ഫിസ് സഹീഫ, അതുപോലെ തന്നെ എൻ്റെ ഈ സ്വഹീഫയിലുള്ളതുമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, വമാ ഫിസ് സഹീഫ, എന്താണ് പിന്നെ ആ സ്വഹീഫയിലുള്ളത്, ഈ എഴുത്തിലുള്ളത് എന്താണ്? അൽ അഖിൽ വഫികാഖുൽ അസീർ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത ചില നിർദ്ദേശങ്ങൾ ഇസ്ലാമിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെയാണ്. അഥവാ ഒന്ന് അഖിൽ, അഥവാ ഒരാൾ കൊലപാതകം ചെയ്താൽ അതിൻ്റെ പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട ദയാധനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങൾ, വഫികാഖുൽ അസീർ തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വല്ല യുഖ്തല മുസ്ലിമുൻ ബി കാഫിർ, ഒരു കാഫിറിൻ്റെ കൊലപാതകത്തിൻ്റെ വിഷയത്തിൽ ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്താൻ പാടില്ല എന്ന വിഷയത്തിലുള്ള വിധി. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് അതിലുള്ളത്. അതല്ലാതെ മറ്റാർക്കും നൽകപ്പെടാത്ത അലി റളിയല്ലാഹു അൻഹു മാത്രം നൽകിയ തൻ്റെ ഖിലാഫത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായ നിലക്ക് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് പല നിലക്കും അലി റളിയല്ലാഹുവിൻ്റെ അടുക്കലുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇങ്ങനെ സംശയങ്ങളുണ്ടായപ്പോൾ പല റിപ്പോർട്ടുകളിലൂടെ അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആമിർ ഇബ്നു വാഇല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ ഞങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, മക്കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസിറു ഇലൈക, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് മാത്രം രഹസ്യമായി പറഞ്ഞു തന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ദേഷ്യം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ജനങ്ങളോട് ഒളിപ്പിച്ചു വെക്കാനുള്ള
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മാത്രം നൽകിയ ഒന്നും എൻ്റെ അടുത്തില്ല. ഗൈറ അന്നഹു ഖദ് ഹദ്ദസനി ബി കലിമാത്തിൻ അർബഅ, എന്നോട് മാത്രം പറഞ്ഞതാണെങ്കിൽ വേണമെങ്കിൽ ഒരു 4 കാര്യങ്ങൾ എനിക്കത് പറഞ്ഞു തരാൻ കഴിയും. എനിക്ക് മാത്രം നൽകിയ ഉപദേശം, അത് എനിക്ക് മാത്രം പറഞ്ഞതൊരു ഹദീസ്. അതെന്താണ്? ഇമാം മുസ്ലിം ആ ഹദീസ് ഉദ്ധരിച്ചു. ലഅന അല്ലാഹു മൻ ലഅന വാലിദഹു. 4 ശാപങ്ങളെക്കുറിച്ചാണ് ആ ഹദീസ് ഉള്ളത്. അള്ളാഹു സ്വന്തം മാതാപിതാക്കളെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ ശപിക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പല നിലക്കതിൻ്റെ വ്യാഖ്യാനം നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, സ്വന്തം പിതാവിനെ, സ്വന്തം മാതാപിതാക്കളെ നേരിട്ട് മക്കൾ ശപിക്കുക, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ഈ മാതാപിതാക്കളെ ചേർത്തുകൊണ്ട് പരസ്പരം ശാപപ്രാർത്ഥന, ശാപവർഷം നടത്തുന്ന ആളുകളുണ്ട്. ഒരാൾ മറ്റൊരാളുടെ ഉപ്പക്ക് പറയും, അപ്പോൾ അയാൾ തിരിച്ചു പറയും. അപ്പോൾ സ്വന്തം ഉപ്പയെ ശപിക്കാൻ സ്വയം കാരണക്കാരനാകുന്ന മക്കൾ, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നും വിശദീകരിച്ച് കാണാൻ പറ്റും പണ്ഡിതന്മാർ. വലാൻ അള്ളാഹു മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ആരെങ്കിലും ബലിയെറുത്താൽ അവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. വലാൻ അള്ളാഹു മൻ ആവാ മുഹ്ദിസൻ, ഒരു ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നവനെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ അവന് അഭയം കൊടുക്കുന്നത്, അഭയം കൊടുക്കുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. വലാൻ അള്ളാഹു മൻ ഗയ്യറ മനാറൽ അർദ്, അതുപോലെ തന്നെ മനുഷ്യർ അവരുടെ പുരയിടങ്ങളും അതുപോലെ തന്നെ സ്ഥലങ്ങളും ഒക്കെ നിശ്ചയിക്കാൻ, അതിൻ്റെ അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടി വെക്കുന്ന അതിർത്തിക്കല്ലുകൾ, അതിൽ മാറ്റം വരുത്തുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അത് എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഉപദേശങ്ങൾപ്പെട്ടതാണ്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഇങ്ങനെ അലി റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അലി റളിയല്ലാഹു തന്നെ സ്വന്തം കാര്യം വിശദീകരിക്കുന്നതും വ്യക്തമാക്കുന്നതായ അനവധി ഹദീസുകൾ, അതുപോലെ ചരിത്ര റിപ്പോർട്ടുകളൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതുപോലെ വ്യക്തമായി തൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ചില്ലെങ്കിലും ഒരുപാട് സുവ്യക്തമാണ് എന്ന് തോന്നുന്ന തലത്തിൽ തന്നെയുള്ള ഒരുപാട് സൂചനകളിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖലീഫ, പിൻഗാമി എന്ന് സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സൂചനകളിലൂടെ. അത് വ്യക്തമായി ഒരു സ്ഥലത്ത് എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിൻഗാമിത്വം, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത്, അദ്ദേഹമാണ് പ്രവാചകൻ്റെ വസിയ്യ് എന്ന വിഷയത്തിലുള്ള ഷീഇകളുടെയും പല ആളുകളുടെയും ഒക്കെ വാദം ഈ ഒരു സന്ദർഭത്തിൽ അത് ഒരു തരത്തിലുമുള്ള തെളിവുമില്ലാത്തതാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ, അത് കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, ദഫൻ ചെയ്യൽ, ഇതൊക്കെയും ഇനി അടുത്തൊരു പ്രക്രിയയിലേക്കാണ് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസം ളുഹ സമയത്താണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്തിൻ്റെ ആ ദിവസം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിങ്ങൾ ഖലീഫയായി തിരഞ്ഞെടുത്തു, ബൈഅത്ത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബൈഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം വളരെ നിർണായകമായ ഇസ്ലാമിലുണ്ടായ സഖീഫത്തു ബനി സായിദ എന്നറിയപ്പെടുന്ന ബനു സായിദ ഗോത്രക്കാരുടെ ആ മുറ്റത്തിൽ, ആ സ്ഥലത്ത്, ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ മുഹാജിറുകളും അൻസാറുകളും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരും ഒക്കെ ചേർന്ന് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യനിലേക്ക് ഖിലാഫത്ത് എത്തിപ്പെടുന്ന ആ സംഭവം ഒരുപാട് വിമർശകന്മാരും അതുപോലെ തന്നെ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ളൊരു സംഭവം കൂടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പ്രതിപാദിക്കാം ഈ ഒരു സംഭവത്തിന് ശേഷം. അപ്പോൾ തിങ്കളാഴ്ച ദിവസം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ബൈഅത്തും ഒക്കെ കഴിഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്ത്, അതിൻ്റെ വഫാത്തിൻ്റെ അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യണം, കുളിപ്പിക്കണം, അതുപോലെ തന്നെ കഫൻ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് ദഫൻ ചെയ്യണം, ഖബർ കുഴിക്കണം. ഇങ്ങനെയുള്ള വലിയൊരു പ്രക്രിയയിലേക്ക് സ്വഹാബിമാർ പോയി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നു. സ്വഹാബിമാർക്ക് പല ആശയക്കുഴപ്പങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യിത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അവർക്ക് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കിയ സംഭവമായിരുന്നു. എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും, അതിനെ ആര് കുളിപ്പിക്കും, എങ്ങനെ കുളിപ്പിക്കും, അതിനെങ്ങനെ കഫൻ ചെയ്യും, എവിടെ നമ്മൾ ദഫൻ ചെയ്യും, ഖബറടക്കും, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സ്വഹാബിമാരുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നമായി തന്നെ ഉണ്ടായിരുന്നു. അതിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വഹാബിമാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് ഏതായാലും കുളിപ്പിക്കണം. അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എങ്ങനെ കുളിപ്പിക്കണം, അത് ആര് കുളിപ്പിക്കും, സാധാരണ മനുഷ്യന്മാരെ കുളിപ്പിക്കുന്നത് പോലെ വസ്ത്രം ഒക്കെ മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അതിൽ നമ്മൾ നേരിട്ട് പിന്നെ അങ്ങനെ കുളിപ്പിക്കാൻ കഴിയുമോ, ഇതൊക്കെ സ്വഹാബിമാർക്കിടയിൽ വന്ന ചർച്ചകളായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാം,
ഈ സമയത്ത് ആളുകൾക്ക് ഇങ്ങനെ തർക്കത്തിലായിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു ഉറക്കം ബാധിപ്പിച്ചു. ഈ സ്വഹാബത്തൊക്കെ ഈ തർക്കത്തിലായിരിക്കുന്ന സമയത്ത് വല്ലാഹി മാ മിനൽ ഖൗമി മിൻ റജുലിൻ ഇല്ലാ ദഖ്ലുഹു ഫീ സദ്രിഹി നായിമൻ. ആളുകളൊക്കെ ഒരു അഗാധമായ ഉറക്കത്തിൽ എന്ന പോലെ ആളുകളായിത്തീർന്നു. അപ്പോഴാണ് ഒരു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വീടിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു അശരീരി പോലെ ഒരു ശബ്ദം കേട്ടു. ഇഗ്സിലു അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അലൈഹി സിയാബു. പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തോടൊപ്പം തന്നെ, ബാക്കിയുള്ള ആളുകളെ കുളിപ്പിക്കുന്നത് പോലെ വസ്ത്രമെല്ലാം നീക്കിയല്ല കുളിപ്പിക്കേണ്ടത്, വസ്ത്രത്തോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒഴിപ്പിച്ച് തന്നെയാണ് കുളിപ്പിക്കേണ്ടത് എന്ന് കേൾക്കുന്നത്. അങ്ങനെ സ്വഹാബിമാർ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. ഇമാം അഹ്മദ്, ഇമാം അബൂ ദാവൂദും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ നമുക്ക് ഈ സംഭവം കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തോടൊപ്പം തന്നെ കുളിപ്പിക്കാൻ ആളുകൾ സ്വഹാബിമാർ തീരുമാനിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുന്നതിൽ പങ്കെടുത്ത സ്വഹാബിമാർ അവർ പ്രധാനമായും 7 ആളുകളാണ്. ഒന്ന് അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മക്കൾ ഫദ്ൽ ഇബ്നു അബ്ബാസ്, അതുപോലെ തന്നെ ഖുസം ഇബ്നുൽ അബ്ബാസ്, ഈ 2 പേർ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉസാമത്ത് ഇബ്നു സെയ്ദ്, കുറച്ച് മുമ്പ് വഫാത്തിന് അല്പം മുമ്പ് ഷാമുകാരുമായുള്ള യുദ്ധത്തിന് വേണ്ടി റസൂൽ നിയോഗിച്ച ഉസാമത്ത് ഇബ്നു സെയ്ദ്. അതുപോലെ സ്വാലിഹ് എന്ന് വിളിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ ഷക്രാൻ എന്നും ആ അടിമയ്ക്ക് പേരുണ്ട്, സ്വാലിഹ് എന്നായിരുന്നു അയാൾ വിളിക്കപ്പെട്ടിരുന്നത്. ഇത്രയും ആളുകളാണ് നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുളിപ്പിക്കലുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്. അതുപോലെ തന്നെ അൻസാരിയായിരുന്ന ഔസ് ഇബ്നു ഖൗലി എന്ന് പറയുന്ന സ്വഹാബിയും ഇതിൽ നേരിട്ടല്ലാതെ ഇതിൻ്റെ സഹായത്തിനും മറ്റു കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും നമുക്ക് ചില റിപ്പോർട്ടുകൾ കാണാം. ഏതായാലും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഫദ്ൽ, ഖുസം റളിയല്ലാഹു അൻഹുമ ഇവരായിരുന്നു റസൂലിൻ്റെ ശരീരം അത് അലി റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുമ്പോൾ അതിനെ തിരിക്കാനും അത് കൈകാര്യം ചെയ്യാനുമായി അവരായിരുന്നു ഉണ്ടായിരുന്നത്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ പ്രവാചകൻ്റെ അടിമയായിരുന്ന ഷക്രാൻ റളിയല്ലാഹു അൻഹുവുമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നത്. അലി റളിയല്ലാഹു അൻഹുവാണ് കുളിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു കുളിപ്പിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് ആ സന്ദർഭത്തെ ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹം പിന്നീട് പറയുന്നത് കാണാൻ പറ്റും. ബി അബി വ ഉമ്മി, എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ സമർപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണ്ടമാണ്. മാ അത്യബക ഹയ്യൻ വ മയ്യിതൻ, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ജീവിതകാലത്ത് എന്നതുപോലെ തന്നെ മരിക്കുമ്പോഴും ഒരു മയ്യിത്തായിരിക്കുമ്പോഴും നിങ്ങൾ എത്ര ത്വയ്യിബാണ്, പരിശുദ്ധനാണ്. അഥവാ വേറെയും ഹദീസുകൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു സാധാരണ ഒരു മയ്യിത്തിനെ കുളിപ്പിക്കുന്നത് പോലെ ആയിരുന്നില്ല അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്തിനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ. ഒരു സാധാരണ മയ്യിത്തിനെ കുളിപ്പിക്കുമ്പോൾ ആ മയ്യിത്തിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ, ഏതൊരു മനുഷ്യൻ്റെയും ശരീരത്തിൽ നിന്നുള്ള വിസർജ്യങ്ങൾ, അതുപോലുള്ള പല സംഗതികളും ഉണ്ടാകും. പക്ഷേ ഞാനത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ശരീരത്തിൽ നിന്ന് അത് അങ്ങനെ വല്ലതും ഉണ്ടാകുന്നു എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത്, തിബ്ത ഹയ്യൻ വ തിബ്ത മയ്യിതൻ, പരിശുദ്ധമായി ജീവിച്ചതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾ പരിശുദ്ധനായി തന്നെ മരിക്കുന്നു. അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ സവിശേഷതയാണ്. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഇതിൽ പല റിപ്പോർട്ടുകളും അലി റളിയല്ലാഹു ഈ വാചകങ്ങളുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 7 ആളുകൾ ചേർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുക എന്ന ഈ ഒരു കർമ്മം അത് നിർവഹിച്ചു. അത് കഴിഞ്ഞ് കഫൻ ചെയ്യുക എന്നതാണ്. 3 തുണികളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബിമാർ കഫൻ ചെയ്തത്. യമനിലെ സഹൂല എന്ന് പറയുന്ന പട്ടണത്തിൽ നിർമ്മിച്ച ഒരു പരുത്തി തുണി, അതായിരുന്നു വെള്ളത്തുണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിക്കാൻ വേണ്ടി, കഫൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഒരു ഖമീസ്, ഒരു നീളക്കുപ്പായമോ അല്ലെങ്കിൽ ഒരു തലപ്പാവോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫനിൽ ഉണ്ടായിരുന്നില്ല. ഖമീസും ഇമാമയും ഒന്നും ഉണ്ടായിരുന്നില്ല. 3 വെള്ളത്തുണികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, കുഫിന ഫി സലാസത്തി അസ്വാബിൻ യമാനിയത്തിൻ ബീദ്, യമനി സഹൂലിയത്തിൻ മിൻ കുർസുഫ്, പരുത്തിയിൽ നിന്നുള്ള അഥവാ കോട്ടൺ ആയ യമനിലെ സഹൂലിയ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ, ആ പട്ടണത്തിൽ നിർമ്മിക്കുന്ന ഒരു തുണിയാണത്. അതിൽ കൊണ്ടാണ് 3 വെള്ളത്തുണികൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഫൻ ചെയ്യപ്പെട്ടത്.
ലൈസ ഫീഹിന്ന ഖമീസുൻ വലാ ഇമാമ, അതിൽ ഖമീസും ഇമാമയും തലപ്പാവും അതുപോലെ തന്നെ നീളക്കുപ്പായും ആ നിലക്കൊരു വസ്ത്രം പോലെ ആയിരുന്നില്ല ആ കഫൻ, 3 വെള്ളത്തുണികളായിരുന്നു എന്ന് ഇമാം ബുഖാരി ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ആ കഫൻ എന്ന് പറയുന്ന കർമ്മവും കഴിഞ്ഞു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ്റെ കിടക്കയിൽ കിടത്തി. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലാണ് പ്രവാചക സ്വല്ലല്ലാഹു മയ്യത്തുള്ളത്. പിന്നെ ആളുകൾ സ്വഹാബിമാർ ഇങ്ങനെ ഒറ്റക്കും കൂട്ടമായും ഒക്കെ വന്ന് മയ്യത്ത് നിസ്കരിക്കുകയായിരുന്നു ഉണ്ടായത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നിസ്കാരം ഒരൊറ്റൊരാൾ ഇമാമത്ത് നിന്ന് ബാക്കിയുള്ള സ്വഹാബിമാരൊക്കെ കൂടെ നിന്ന് അങ്ങനെ നിർവഹിച്ച ഒരു മയ്യത്ത് നിസ്കാരമായിരുന്നില്ല. നേരെ മറിച്ച് ഈ വീട്ടിൽ ആ ചെറിയ കുടിസായ ആ ചെറിയ ആയിഷ റളിയല്ലാഹു ആ ഹുജ്റയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തുണ്ട്. ആളുകൾ സ്വഹാബിമാരിങ്ങനെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് അവർ സ്വയം നിസ്കരിച്ചു. ഒരാൾ ഇമാമ് നിന്നില്ല, സ്വയം അവർ നിസ്കരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിങ്ങനെ ഒരു വലിയ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നു. അപ്പോൾ ഇതൊരു വലിയ സമയമെടുക്കുന്ന പ്രോസസ്സ് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറമാടൽ ഖബറടക്കം കുറേ വൈകി, അത് മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ് എന്നൊക്കെ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറടക്കം വൈകാനുള്ള ഒരുപാട് വൈകിട്ടൊന്നുമില്ല, ഒരു സാധാരണഗതിയിലുള്ള ഒരു വൈകൽ മാത്രമാണ് ഉണ്ടായതെങ്കിൽ പോലും വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരു വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് നടന്നത്. നമ്മളീ പറഞ്ഞതുപോലെ വഫാത്തായത് ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അതിന് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്വഹാബിമാരുടെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. ആര് പിൻഗാമിയാകും, ആര് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കും? അതാണ് അന്ന് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്യാനുള്ള കാരണം. എങ്ങനെ കഫൻ ചെയ്യും, എങ്ങനെ കുളിപ്പിക്കും, എവിടെ മറമാടും, ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരുന്നു പലരുടെയും മുമ്പിൽ. അപ്പോൾ അതൊക്കെ തീരുമാനമാകണം. മയ്യത്ത് നിസ്കാരം ഇതുപോലെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി സ്വഹാബിമാരൊക്കെയും അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയും മയ്യത്ത് നിസ്കാരം നിർവഹിച്ചു. അതിന് എത്ര വലിയൊരു സമയമെടുക്കും? ഓരോ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആ ചെറിയ മുറിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കാരം ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അബൂ ഉസൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാൻ പറ്റും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നിസ്കരിച്ച സ്വഹാബിയാണ്. അദ്ദേഹത്തോട് പിൽക്കാലത്ത് ആളുകൾ ചോദിച്ചു കൈഫ നുസല്ലി അലൈഹി, അദ്ദേഹത്തോട് ആ സമയത്തുള്ള സ്വഹാബിമാർ ചോദിച്ചു കൈഫ നുസല്ലി അലൈഹി, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കാം? അപ്പോൾ അന്ന് സ്വഹാബിമാർ കൊടുക്കുന്ന മറുപടി ഉദ്ഖുലു അർസാലൻ, നിങ്ങളിങ്ങനെ ഓരോ ആളുകൾ വരുന്നതിനനുസരിച്ച് ഓരോ കൂട്ടമായി നിങ്ങൾ കയറുക, സ്വന്തം നിസ്കരിക്കുക, തിരിച്ചു വരിക എന്നതാണ് വേണ്ടത്. അപ്പോൾ ആ വീട്ടിലെ ഒരു വാതിലിൽ കൂടി ആളുകൾ പ്രവേശിക്കുകയും ഫകാനു യദ്ഖുലൂന മിൻ ഹാദൽ ബാബി ഫയുസല്ലൂന അലൈഹി, പിന്നെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് സുമ്മ യഖ്റുജൂന മിനൽ ബാബിൽ ആഖർ, ആ വീടിൻ്റെ മറ്റൊരു വാതിലിലൂടെ ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇതിങ്ങനെ ഒരു ജനസാഗരം. ഈ സ്വഹാബിമാർ അന്ന് അവിടെയുള്ള സ്വഹാബിമാരൊക്കെയും അത്ര വലിയൊരു ജനസമൂഹം, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ മയ്യത്ത് നിസ്കാരം ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പിന്നീട് ബുധനാഴ്ച രാത്രി അഥവാ തിങ്കളാഴ്ച രാവിലെ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറമാടൽ ദഫൻ നടക്കുന്നത് തിങ്കൾ മുഴുവൻ കഴിഞ്ഞു, ചൊവ്വ മുഴുവൻ കഴിഞ്ഞു, പിന്നെ ബുധൻ രാത്രി. ആ രാത്രിയിലാണ് ലൈലത്തുൽ അർബിഅയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഫൻ ഖബറടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഖബറടക്കത്തിൽ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബിമാർക്കിടയിൽ അപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. എവിടെ ഖബറടക്കും? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് എവിടെ ആകും? അത് എങ്ങനെ തീരുമാനിക്കും? ചില സ്വഹാബിമാർ പറഞ്ഞു നദ്ഫനുഹു ഇൻദൽ മിമ്പർ, നമുക്ക് മിമ്പറിൻ്റെ അടുത്ത് അടക്കാം, അവിടെ അടക്കം ചെയ്യാം. ചില ആളുകൾ പറഞ്ഞു, ചില സ്വഹാബിമാർ പറഞ്ഞു നദ്ഫനുഹു ബിൽ ബഖിയ, അല്ല നമുക്ക് ബഖിയയിൽ, മുസ്ലിങ്ങളുടെ പൊതു പിന്നെ മഖബറയാണല്ലോ അത്, ബഖിയയിൽ തന്നെ നമുക്ക് അടക്കാം. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ആളുകൾ ചെന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ, അദ്ദേഹം ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ, എന്താണ് നമ്മൾ തീരുമാനിക്കുക? എവിടെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുശരീരം നമ്മൾ മറവ് ചെയ്യുക? ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കും, സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ മാ നസീതു, ഒരിക്കലും ഞാൻ മറക്കാത്ത ഒരു കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇതാണ്, മാ ഖബദല്ലാഹു നബിയ്യൻ ഇല്ലാ ഫിൽ മൗദിഇ അല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും അദ്ദേഹം അടക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചല്ലാതെ അദ്ദേഹത്തെ മരിപ്പിക്കുകയില്ല. അള്ളാഹു അദ്ദേഹത്തിന് റൂഹ് പിടിക്കുകയില്ല.
അതുകൊണ്ട് ഇത് ഫനൂഹു ഫി മൗദിഇ ഫിറാശി, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ നിന്നാണോ വഫാത്തായത്, പ്രവാചകൻ്റെ കിടക്കയുടെ ആ സ്ഥലം, അവിടെ നിങ്ങൾ അദ്ദേഹത്തെ ദഫൻ ചെയ്യുക എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അവിടെ സ്ഥലം തീരുമാനമായപ്പോൾ പിന്നെ സ്വഹാബിമാർക്കിടയിൽ അടുത്ത ഒരു പ്രശ്നമുണ്ടായി. നമ്മൾ ഖബർ ഏത് രൂപത്തിൽ കുഴിക്കും? കാരണം ഖബർ അന്ന് 2 രൂപത്തിൽ കുഴിക്കും. ഖബർ അത് മക്കക്കാർ കുഴിക്കുന്നത് ഒരു രൂപത്തിലും മദീനക്കാർ കുഴിക്കുന്നത് വേറൊരു രൂപത്തിലുമാണ്. അതിന് ലഹ്ദ് എന്നും ഷക്ക് എന്നും പറയും. ഖബർ കുഴിക്കുന്നതിൻ്റെ 2 രൂപങ്ങൾ. നമ്മുടെ നാട്ടിൽ നിന്ന് പൊതുവായി നമ്മുടെ നാടിൻ്റെ മണ്ണും ഇവിടുത്തെ പ്രകൃതിയും ഒക്കെ അനുസരിച്ച് നമ്മൾ കുഴിക്കുന്നത് ഷക്ക് എന്ന് പറയുന്ന രൂപത്തിലാണ്. അഥവാ നമ്മൾ നാട്ടിലൊക്കെ സാധാരണയുള്ള ഒരു ഭൂനിരപ്പിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് കുഴിക്കുന്നു, അവിടെ മയ്യത്തിനെ വെക്കുന്നു, അതിന് മുകളിൽ കല്ലോ അല്ലെങ്കിൽ പലകയോ വെക്കുന്നു, പിന്നെ മണ്ണിട്ട് മൂടുന്നു എന്നിങ്ങനെയുള്ള ഈ രീതി. എന്നാൽ ലഹ്ദ് എന്ന് പറയുന്നൊരു രീതിയുണ്ട്. അഥവാ ആദ്യം ഭൂനിരപ്പിൽ നിന്ന് താഴേക്ക് കുഴിക്കുകയും പിന്നെ ആ കുഴിയുടെ വശത്ത് നിന്ന് വശത്തേക്ക് കുഴിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ റാക്കുള്ളതുപോലെ ഖബറിൻ്റെ ഉള്ളിൽ കയറിയാൽ ആ റാക്കുള്ളതുപോലെ അങ്ങോട്ടൊരു കുഴി ഉണ്ടാകും. അതിനുള്ളിൽ മയ്യത്ത് വെച്ച് പിന്നെ അതിനെ മറമാടുന്ന രീതി, ഇതിനാണ് ലഹ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ മദീനക്കാർ അവർ സാധാരണ മയ്യത്ത് മറമാടിയിരുന്നത് ലഹ്ദ് എന്ന രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. മക്കക്കാർ ഷക്ക് എന്നുള്ള രീതി. അപ്പോൾ ഇത് മുഹാജിറുകളും അൻസാറുകളും ഒക്കെയുണ്ട്. ഇതിലേത് രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കാൻ വേണ്ടി ഉപയോഗിക്കും? അപ്പോൾ അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നമുക്ക് മദീനയിൽ 2 രൂപത്തിലും ഖബർ കുഴിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് 2 ആളുകളുടെയും അടുത്തേക്ക് ആളെ വിടാം. അവരിൽ ആരാണോ ആദ്യം എത്തിച്ചേരുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമായി കണ്ട് നമുക്കത് നടപ്പാക്കാം. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ 2 ആളുകളെ ഈ 2 സ്വഹാബിമാരുടെ അടുത്തേക്ക് ഖബർ കുഴിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വിട്ടു. ഷക്ക് എന്ന രൂപത്തിൽ ഖബർ കുഴിച്ചിരുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ലഹ്ദ് എന്ന രൂപത്തിൽ മദീനക്കാർ കുഴിക്കുന്ന രൂപത്തിൽ കുഴിച്ചിരുന്നത് അബൂ തുൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുമാണ്. അങ്ങനെ ഈ 2 ആളുകളുടെ അടുത്തേക്കും വിട്ടു. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനം സ്വഹാബിമാർ പരസ്പരം ഇങ്ങനെ ഇതുണ്ടായപ്പോൾ അവർ പറഞ്ഞു, നസ്തഖീറു റബ്ബന, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമുക്കിതിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ് എന്ന് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നൊരു തീരുമാനം പ്രതീക്ഷിക്കാം. ഈ 2 ആളുകളുടെ അടുത്തേക്കും ആളിനെ വിട്ട് ഫയ്യുഹുമാ സുബിഖ തറക്നാഹു, ആരാണോ ആദ്യം എത്തുന്നത് അയാളെ നമുക്ക് അതിനുവേണ്ടി നിയോഗിക്കാം. അങ്ങനെ ഒരാളെ വിട്ടപ്പോൾ ആദ്യം എത്തിയത് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ലഹ്ദ് രൂപത്തിൽ മദീനക്കാരുടെ രൂപത്തിൽ, അദ്ദേഹം അൻസാരിയാണ്, മദീനക്കാരുടെ ആ ലഹ്ദ് രൂപത്തിൽ കുഴിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം വരികയും അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതനുസരിച്ച് ലഹ്ദ് എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖബർ കുഴിക്കാം എന്ന് സ്വഹാബിമാർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹം ലഹ്ദ് കുഴിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ലഹ്ദിൽ മറമാടുകയുമാണ് ചെയ്തത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ആമിർ, സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണല്ലോ, അദ്ദേഹം പിൽക്കാലത്ത് തൻ്റെ ഉപ്പയെക്കുറിച്ച്, സ്വഹാബിയായ തൻ്റെ ഉപ്പയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ മരണാസന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു മരണാസന്നനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൽഹദൂ ലി ലഹ്ദൻ, നിങ്ങൾ എൻ്റെ ഖബർ കുഴിക്കുമ്പോൾ അതിനെ ലഹ്ദായി തന്നെ കുഴിക്കണം. അങ്ങനെയാണ് കമാസുനി അബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെയാണല്ലോ മറമാടിയത്, അതുകൊണ്ട് എൻ്റെ ഖബർ നിങ്ങൾ അങ്ങനെ തന്നെ ആക്കണം എന്ന് അദ്ദേഹം മകനോട് പറഞ്ഞത് മകൻ പിന്നീട് ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും ഖബറുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏത് രീതിയാണെന്ന് ചോദിച്ചാൽ അത് ലഹ്ദാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അബൂ തുൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം കുഴിച്ച ആ ലഹ്ദ് എന്ന രൂപത്തിൽ കുഴിച്ച ആ ഖബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബിമാർ ഇറക്കി വെച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഫനുമായി ബന്ധപ്പെട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് എന്ന 2 മക്കൾ ഫضൽ, ഖുസം ഇബ്നുൽ അബ്ബാസ്, ഇവരൊക്കെയും പങ്കെടുത്തിട്ടുണ്ട്. പ്രവാചകൻ്റെ മൗല അടിമയായിരുന്ന ഷക്രാൻ, സ്വാലിഹ് എന്ന് വിളിക്കപ്പെടുന്ന ഷക്രാൻ ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയും അതിനു മുൻപ് ഷക്രാൻ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്ന ആ വ്യക്തി, സ്വഹാബി, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ചുവന്ന പുതപ്പുണ്ടായിരുന്നു. അരികുകളിൽ
നമ്മൾ എംബ്രോയിഡറി ചെയ്ത അലങ്കാരപ്പണികൾ ചെയ്ത ഒരു പിന്നെ ഖത്തീഫ എന്ന അറബിയിൽ പറയും, ഒരു ചുവന്ന പുതപ്പ്. അത് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പലരും സമയത്ത് ഉപയോഗിക്കുന്നതും അത് വിരിച്ചു കൊടുക്കുന്നതുമൊക്കെ ഈ ഷക്രാൻ എന്ന് പറയുന്ന അടിമയായിരുന്നു. അപ്പോൾ ഹദീസുകളുടെ വ്യാഖ്യാനങ്ങൾ കാണാം, അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ സമയത്ത് ആ പുതപ്പ് പിന്നീട് ഒരു മനുഷ്യനും അത് ഉപയോഗിക്കരുത് എന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച ആ പുതപ്പ്, ഞാൻ വിരിച്ചു കൊടുത്തിരുന്ന ആ പുതപ്പ്, ഞാൻ പ്രവാചകന് എപ്പോഴും പിന്നെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ശരിപ്പെടുത്തി കൊടുത്ത ആ പുതപ്പ്, അത് ഇനി വേറൊരാൾക്കും വേണ്ടി ഉപയോഗിക്കരുതെന്നോ വേറൊരാളും അത് ഉപയോഗിക്കരുതോ എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ ഖബറിൽ അത് ആദ്യം വിരിച്ചു. ഇബ്നു അബ്ബാസ് ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന അനവധി റിപ്പോർട്ടുകൾ വന്ന ഹദീസിലും കാണാൻ വേണ്ടി ജുഇല ഫി ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീഫത്തുൻ ഹംറ, ഒരു ചുവന്ന പുതപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വിരിക്കപ്പെട്ടു എന്നുള്ളത്. അത് ഈ പ്രവാചകൻ്റെ തന്നെ പുതപ്പാണ്, അത് മറ്റേതെങ്കിലും രൂപത്തിൽ വന്ന ഒരു പുതപ്പല്ല. പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു, അബ്ബാസിൻ്റെ 2 മക്കൾ, ഇവരൊക്കെ ചേർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഇറക്കി വെക്കുകയും മറമാടൽ കർമ്മം പൂർത്തിയാക്കുകയും ചെയ്തു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ശരീരത്തിൽ നിന്ന് അവസാനം പ്രവാചകനെ പിന്നെ സ്പർശിക്കാനും ആ പ്രവാചകൻ്റെ മയ്യത്തിൽ നിന്ന് വിട്ടുപോരുന്നത് അബ്ബാസ് അതാൻ്റെ മകൻ ഖുസം ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. അത് അദ്ദേഹം പിന്നീട് പറയാറുമുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ചിത്രത്തിൽ കാണാൻ പറ്റും. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേരിലും ചില റിപ്പോർട്ടുകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അവസാനം പ്രവാചകനെ തൊടാനും സ്പർശിക്കാനും ആ തിരുശരീരത്തിൽ നിന്ന് ഏറ്റവും ഈ ദുനിയാവിൽ അവസാനം തൊടാനും ഭാഗ്യം ലഭിച്ച ആളുകൾ എന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പോലുമുണ്ട്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് എന്നും അതുപോലെ തന്നെ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് എന്നും പറയുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും അതിൽ പരിശോധിക്കുമ്പോൾ ഖുസം ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത് എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പിൽക്കാലത്ത്, അന്നത്തെ കാലത്ത് തന്നെ സ്വഹാബിമാരുടെ ഈ ഒരു കാലത്ത് തന്നെ പല ആളുകളും ചോദിച്ചത് പോലും നമുക്ക് കാണാൻ പറ്റും. ഇറാഖിൽ നിന്ന് ചില ആളുകൾ അലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ശരീരത്തിൽ നിന്ന് ആ ഖബർ മറമാടലാ കർമ്മം കഴിയുമ്പോൾ അവസാനമായി പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നത് ആരാണ്? ഏറ്റവും അവസാനം ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്പർശിക്കാനും ഇതിനൊക്കെ ഭാഗ്യം ലഭിച്ചത് ആരാണ്? അഹ്ദസുന്നാസി അഹ്ദൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അന്ന് കൊടുക്കുന്ന മറുപടി അത് ഖുസം ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ്. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറമാടൽ കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ തൂഫിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. വദുഫിന ലൈലത്തൽ അർബിഅ, ബുധനാഴ്ച രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറമാടപ്പെടുകയും ചെയ്തു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെയും വിശദീകരിച്ചതുപോലെ സ്വഹാബിമാരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ വിഷമമുണ്ടാക്കിയ, അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, അത്രയധികം അവർക്ക് വേദനയുണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു ഇത്. അള്ളാഹു റസൂലിൻ്റെ കൂടെ 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്ത് നടന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ റഅയ്തു യൗമൻ ഖത്തു അൻവറ വല അഹ്സന മിൻ യൗമിൻ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ അൽ മദീന. എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കറും മദീനയിലേക്ക് വന്ന ആ ദിവസത്തോളം സുന്ദരമായ പ്രകാശപൂരിതമായ ഒരു ദിവസം എനിക്ക് ഓർമ്മയില്ല. പിന്നീട് അതേ മദീനയിൽ വെച്ച് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഹീദു വഫാത്തഹു, ഞാൻ വഫാത്തിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഫമാ റഅയ്തു യൗമൻ ഖത്തു അദ്ലമ വല അഖ്ബഹ മിനൽ യൗമി അല്ലദീ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ. ഏറ്റവും കൂടുതൽ ഇരുട്ട് നിറഞ്ഞ, ഏറ്റവും കൂടുതൽ അങ്ങനെ അത്രമാത്രം മോശപ്പെട്ടൊരു ദിനം, അത്രമാത്രം വേദനാജനകമായൊരു ദിനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് പിന്നെയും അതിനേക്കാൾ അപ്പുറമുള്ളൊരു ദിനം പിന്നെ ഞാനും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ പല വാചകങ്ങളും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ എല്ലാം പ്രകാശപൂരിതമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ എല്ലാം ഇരുട്ട് നിറഞ്ഞതായി മാറി. അങ്ങനെ ഒരുപാട് ഹദീസുകൾ, മാ നഫദ്ന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐദി ഹത്ത അൻകർന ഖുലൂബുന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മറമാടൽ കഴിഞ്ഞ് തിരിച്ച് നമ്മളിങ്ങനെ ആ മണ്ണ് കയ്യിൽ നിന്ന് തട്ടിക്കളയുമ്പോൾ നമ്മുടെ ആരുടെയും ഹൃദയം അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നതാണ്. അപ്പോഴും ഉള്ളിൽ നമുക്കത് ഇത് സംഭവിച്ചു എന്ന് നമ്മുടെ ഹൃദയത്തിന് അത് അംഗീകരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല, അതിന് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് കാണാൻ പറ്റും.
പിൽക്കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഖലീഫയായിരുന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും കൂടി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. ഉമ്മു ഐമൻ ബറക്ക റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ആമിന മരണപ്പെട്ടതിന് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണല്ലോ പിന്നെ വളർത്തുന്നത്. ആ വളർത്തുമ്മ അവരന്നും ജീവിച്ചിരിപ്പുണ്ട്. വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരുന്നപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നല്ലോ, നമുക്കും പ്രവാചകനോടുള്ള സ്നേഹം, നമുക്കും അവരെ ഒന്ന് പോയി സന്ദർശിച്ചാലോ. അവരങ്ങോട്ട് ഈ രണ്ടുപേരും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കരയുന്നു. മാ യുബ്കീക്കി, ഉമ്മു ഐമൻ നിങ്ങൾ എന്തിന് കരയണം? മാ ഇൻദല്ലാഹി ഖൈറുൻ ലി റസൂലി, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനുള്ളത് ഇവിടെ ഉള്ളതിനേക്കാൾ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഹൈറായിരിക്കുമല്ലോ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്, പിന്നെ എന്തിന് നമ്മൾ വിഷമിക്കണം, കരയണം? അപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുന്ന മറ്റൊരു തലം കൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുണ്ട്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയാണ്, മാ അബ്കി അൻ ല അകൂന അഅലമ അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലി റസൂലി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഖൈറായത് ഉത്തമമായതുണ്ട് എന്നെനിക്കറിയാം. ഞാൻ അതിൻ്റെ പേരിലൊന്നുമല്ല ഞാൻ കരയുന്നത്. വലാകിൻ അബ്കി അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ, ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഈ ഭൂമി ലോകവുമായി ഇനി ഒരു വഹയില്ലല്ലോ, അത് മുറിഞ്ഞു പോയല്ലോ എന്നതാലോചിച്ചാണ് ഞാൻ കരയുന്നത്. അഥവാ അന്ന് വരെ ഈ ദീനിൻ്റെ അവലംബമായി ദീൻ പഠിക്കാൻ ചോദിക്കാൻ ഏറ്റവും സുതാര്യമായ ഏറ്റവും സുശക്തമായ ഒരു പിടിവള്ളി സ്വഹാബിമാർക്ക് മുമ്പിലുണ്ടായിരുന്നു. നമുക്കിന്ന് ഖുർആനും സുന്നത്തുമുണ്ട്. പരമാവധി ജീവിതത്തിൽ പുലർത്തുകയും പ്രബോധനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ റസൂൽ മുറുകെ പിടിച്ച എന്തിനു വേണ്ടി നിയോഗിതനായോ ആ ആദർശത്തിന് വേണ്ടി സ്വന്തം സമ്പത്തോ ജീവനോ എന്താണോ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നത് അത് മുഴുവൻ ത്യജിക്കുകയും ചെയ്യുക എന്ന വലിയ പാഠം കൂടി അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഒരുപാട് വിമർശനങ്ങളും ഇസ്ലാമികത്ത് പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും ഒക്കെയായ, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ അലി അള്ളാഹിൻ്റെ വിഷയത്തിൽ ഷീഇകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഒക്കെയായ സംഭവം അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പിൻഗാമിത്വം എങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹുവിലേക്ക് എത്തിയത്, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തനുസരിച്ച് ശരിയായ ആദർശത്തിൽ ശരിയായ നയനിലപാടുകളിൽ തന്നെ നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വഹദാ സല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.